അന്ത്യം. പരിധി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ഓളം എന്ന ചെറുകഥാ സമാഹാരത്തിൽ പ്രസിദ്ധീകരിച്ച കഥ. പറ്റുന്നില്ലെങ്കിൽ കളഞ്ഞിട്ട് വാടാ. വീട്ടുകാർ എപ്പോഴും അയാളോട് അതാണ് പറഞ്ഞിരുന്നത്. പക്ഷെ വെറുതെ ഇരിക്കുമ്പോഴുള്ള കുറ്റബോധവും പഴികളും അയാളെ അലട്ടി. അങ്ങനെ മറ്റൊരു ഉദ്യോഗം ഉറപ്പാകുന്നതുവരെ അയാൾ കടിച്ചു പിടിച്ച് നീട്ടിക്കൊണ്ടുപോയി. ഇന്ന് അയാൾക്ക് മുക്തിയുടെ ദിനമാണ്. ഒരു വനവാസം എന്ന പോലെ ഏതാണ്ട് 6 മാസത്തോളം അയാൾ ആ ഗ്രാമത്തിൽ തള്ളി നീക്കി. അവിടുത്തെ അവസാന നിമിഷങ്ങളെ അയാൾ നൊമ്പരത്തോടെ ആസ്വദിച്ചു. വീട്ടുകാരോട് യാത്ര പറഞ്ഞ് പുറത്തിറങ്ങിയ അയാൾ 4 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം മഴയത്ത് കുതിർന്നാണ് ആ ഗ്രാമത്തിൽ പ്രവേശിക്കുന്നത്. അവിടുത്തെ തൻ്റെ അവസാന നാളിലും അയാൾ നനയുകയായിരുന്നു മഴയത്ത്. പതിവ് പോലെ അത്താഴത്തിനായി പതിവ് കടയിലേക്ക് അവസാനമായി നടക്കുകയായിരുന്നു. അയാൾ ഓർത്തു ആ കഥാപാത്രത്തെ. അവിടെ അയാൾ എത്തിയ 3-ാമത്തെ ദിവസമാണ് അവനെ കാണുന്നത്. അത്താഴം കഴിഞ്ഞ് കാശ് കൊടുത്തുകൊണ്ട് നിൽക്കെ പുറകിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അണ്ണാ ഡ്രിങ്ക്സ്. അവ്യക്തമായി കേട്ട വാചകത്തിൻ്റെ ദിശയിലേക്ക് അയാൾ തിരിഞ്ഞു. ശരീരം തന്നേക്കാൾ പ്രായമേറിയതും മുഖഭാവം തന്നേക്കാൾ പ്രായം കുറഞ്ഞതുമായി അയാൾക്ക് തോന്നി. എന്തോ കുഴപ്പമുണ്ട്. അവൻ വളരെ ഭയത്തോടെയാണ് അയാളെ നോക്കി നിന്നത്. പുതിയ വ്യക്തിയുടെ പ്രതികരണം എന്തായിരിക്കും എന്ന ഭയം അവനിൽ നിഴലിച്ചിരുന്നു. എങ്കിലും ഊർജം വീണ്ടെടുത്ത് അവൻ ചോദ്യം ആവർത്തിച്ചു. അണ്ണാ ഡ്രിങ്ക്സ്. ഡ്രിങ്ക്സ്. തൻ്റെ കുട്ടിക്കാലത്ത് താൻ അച്ഛനോട് കെഞ്ചുന്ന രംഗം അയാൾക്ക് ഓർമ്മ വന്നു. അയാൾക്ക് സങ്കടം തോന്നി. ഇയാൾക്കും കൂടെ ഒരു വെള്ളം കൊടുത്തേക്ക്. പൊതുവെ പിശുക്കനായ അയാൾക്ക് ആ പ്രവൃത്തി ഒരല്പം കുറ്റബോധമുളവാക്കി. ഇവനൊന്നും വാങ്ങിച്ചു കൊടുക്കല്ലേ മാഷേ, ഇതൊക്കെ സ്ഥിരം തൊഴിലാണ്. അത് പറഞ്ഞ ആളെ കച്ചവടക്കാരൻ തുറച്ചു നോക്കി. മധുരജലം വാങ്ങിച്ച് കുടിച്ച ശേഷം അവൻ അയാളെ നോക്കി സംതൃപ്തിയോടെ ചിരിച്ചു. ആ നിഷ്കളങ്കമായ ചിരി അയാളിലെ സങ്കടത്തെ വർദ്ധിപ്പിച്ചു. ഈശ്വര, നീ എന്തിനാണ് ഇത്തരം കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത്? അവന് മറ്റൊന്നും വേണ്ടായിരുന്നു. സഹ്യാദ്രിയേക്കാളേറെ ആഗ്രഹങ്ങളെ കൊന്നുകൂട്ടി ജീവിതത്തെ നഗരമാക്കുന്ന കോടാനുകോടി ആളുകളുടെ ഇടയിൽ ഇങ്ങനെയും ഒരു പാവം മണ്ടൻ. ഒരു കോപ്പ മധുരജലത്താൽ ചിരിക്കാൻ അറിയാവുന്നവൻ. പിന്നീട് അതൊരു പതിവായിരുന്നു. എല്ലാ അത്താഴത്തിനൊടുവിൽ അവൻ വരും. അണ്ണാ ഡ്രിങ്ക്സ്. വാരാന്ത്യങ്ങളിൽ അല്ലാതെ അത് കേൾക്കാത്ത നാളുകളില്ല. എന്നും അയാളിൽ നിന്ന് വീണ ഓരോ തുള്ളി കണ്ണുനീരും ഓരോ കോപ്പ മധുരജലമായി ആ പാവത്തിൻ്റെ ഗളങ്ങളെ നനച്ചുകൊണ്ടേയിരുന്നു. അന്ന് അവസാനത്തെ ദിവസവും അയാൾ പതിവ് പോലെ പീടികയുടെ മുന്നിൽ കാത്തുനിന്നു. നേരം ഒരുപാട് വൈകിയിട്ടും അവനെ കണ്ടില്ല. അയാൾ മെല്ലെ പീടികക്കാരനോട് തന്നെ ചോദിച്ചു, മറ്റേ അവനെ കാണാനില്ല മാഷേ, 2-3 നാളായി. ഇടയ്ക്ക് വെച്ച് അവനെ ആരോ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. കേട്ടപാടെ അയാൾക്ക് സങ്കടം തോന്നി. എങ്കിലും അയാൾ കാത്തു നിന്നു.